മൂന്ന് കൂട്ടർ തീർച്ചയായും നാളെ മഹ്ശറയിൽ കരയുകയില്ലത്രേ. അവർ നാളെ നരകത്തെ പ്രവേശിപ്പിക്കുകയില്ല, അവർ നരകത്തിൽ അല്ലാഹു കടത്തുകയില്ല. ثلاث أعين لا ترى أعينهم النار. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, മൂന്ന് കണ്ണുകൾ നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ ദർബാറിൽ പടച്ചറബിന്റെ തിരുഹളറത്തിലെത്തുമ്പോ നരകത്തെ അല്ലാഹു ജനങ്ങളുടെ മുമ്പാകെ പ്രൊസീഡ് ചെയ്യുമ്പോ ഈ മൂന്ന് കൂട്ടർ, ഈ മൂന്ന് വിഭാഗം ആളുകൾ അവർ തീർച്ചയായും നരകത്തിൽ കടക്കുകയില്ല, അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല, നരകത്തെ കാണുക പോലുമില്ലത്രേ. അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരാണവരെന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. മറ്റൊരു റിവായത്തിലൂടെ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, കുല്ലു ഐനിൻ ബാക്കിയാ ഇല്ലാ സലാസ്. മൂന്ന് കണ്ണുകൾ ഒഴികെ ലോകത്തുള്ള സർവ്വ കണ്ണുകളും കരയുമത്രേ. നാളെ മഹ്ശറയിൽ വിലപിക്കുകയാണ്, പടച്ചറബിന്റെ ദർബാറിൽ പൊട്ടിക്കരയുകയാണ്. മൂന്ന് കണ്ണുകൾ വിലപിക്കുകയില്ല, അവർ കരയേണ്ടതില്ല, അവർ സന്തോഷിക്കണേ. ആരൊക്കെയാണ് യാ റസൂലല്ലാഹ്? സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, മൻഹും യാ ഹബീബല്ലാഹ്? ആരാണ് റസൂലേ, ആരാണ് ഹബീബേ? ആ മൂന്ന് വിഭാഗമാരാണ്, ആ മൂന്ന് കൂട്ടരാരാണ്? അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി എണ്ണിയത് ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഈ ദുനിയാവിൽ ഹറാം കാണാത്ത കണ്ണുകളുണ്ടോ, ഹറാം ദർശിക്കാത്തതായ കണ്ണുകളുണ്ടോ, അവർ തീർച്ചയായും നാളെ നരകം കടക്കൂല, നരകത്തിൽ പ്രവേശിക്കേണ്ടതില്ല. നാളെ മഹ്ശറയിൽ അവർക്ക് കരയേണ്ടി വരികയില്ല. ജനകോടികൾ മുഴുവനും മഹ്ശറയിലേക്ക് വന്നുകൊണ്ട് നഫ്സി നഫ്സി, എൻ്റെ ശരീരമേ, എൻ്റെ ആത്മാവേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഈ മൂന്ന് വിഭാഗം ആളുകൾക്ക് അവർക്ക് കരയേണ്ട അവസ്ഥയില്ല. അതിലൊന്നാമതായി പ്രവാചകന് പരിചയപ്പെടുത്തിയത് ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഹറാം കാണാത്ത കണ്ണാണ്. ഈ ദുനിയാവിൽ സിനിമ കാണാത്ത, ഈ ദുനിയാവിൽ സീരിയൽ ദർശിക്കാത്ത, ഈ ദുനിയാവിൽ അശ്ലീലത കണ്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിപ്പിക്കാത്ത, സീരിയലിന് അടിമപ്പെടാത്ത, മോശപ്പെട്ടതാകുന്ന സിനിമകളും സിനിമാ പാട്ടുകളും കേട്ടുകൊണ്ട് തന്റെ കണ്ണുകളെ മലീമസമാക്കാത്ത, ഒരു ടിക്ടോക്കിന്റെ വീഡിയോയിലേക്കും തന്റെ കണ്ണുകളെ കൊണ്ടുപോകാത്ത, തന്റെ കണ്ണുകളെ അന്യ പെണ്ണിലേക്ക് ദർശിപ്പിക്കാതെ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നവരുണ്ടോ, അവർക്ക് തീർച്ചയായും നരകീയ മോചനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കണ്ണതാണ്, ഹറാം കാണാത്ത കണ്ണ്. അതെ, അങ്ങനെ ഇപ്പം ആരും ഉണ്ടാവില്ലല്ലോ. സീരിയൽ കാണാത്ത ആരാള്, സിനിമ കാണാത്ത ആരാള്, ഇതൊക്കെ നമുക്ക് ചിന്ത. എത്രയോ സമുന്നതരാകുന്ന ആലിമീങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ സമുന്നതരാകുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, എത്രയോ നല്ല സാത്വികരാകുന്ന സാലിഹീങ്ങൾ ഈ ലോകത്ത് മറമറഞ്ഞു പോയിട്ടുണ്ട്. എത്ര ആളുകളുണ്ട് നമ്മുടെ ഈ ക്ലാപ്പന ദേശത്ത് തന്നെ, എത്ര ആളുകളുണ്ട്. നമുക്ക് തന്നെ പരിചിതമുള്ള എത്രയോ മുഖങ്ങളുണ്ട്, എത്രയോ ഉലമാക്കളുണ്ട്. അല്ലാഹുവിനൊക്കെ ദറജ ഉയർത്തട്ടെ. ടി വി എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, ടി വി ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടാവും. അതിനൊന്നും വലിയ ഒരു തലമുറ മതി, ഒറ്റ തലമുറയിലേക്ക് നോക്കിയാൽ മതി, ഒരു പഴയ തലമുറയിലേക്ക്. അല്ലാതെ ഒരുപാട് തലമുറ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഒന്നും പോകണ്ട. ടി വി ഉള്ള കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച് ഇതൊന്നും കാണാതെ, അശ്ലീലതകൾ കാണാതെ ഇന്നുണ്ടല്ലോ ആളുകൾ. ഇന്നുണ്ടല്ലോ എത്ര ഉമ്മമാര്, എത്ര ഉപ്പമാരുണ്ട്. ഇപ്പോഴും അവരുടെ മൊബൈൽ ഫോൺ പഴയതായിരിക്കും. ഓക്കെ, മൊബൈൽ ഉണ്ടെങ്കിൽ നോക്കിയ പഴയ ഐറ്റമായിരിക്കും. അവർക്ക് വേണ്ട, മകൻ നല്ല ഗൾഫിലാണ്, നല്ല പ്രൗഢിയിൽ ജീവിക്കാൻ, മകൻ നാട്ടിൽ തന്നെ നല്ല സാമ്പത്തിക ശേഷിയുണ്ട്. അപ്പാട് പറഞ്ഞിട്ട് അപ്പാ മൊബൈലൊന്ന് മാറ്റി കൂടിയ തരാം, ഇതാകുമ്പോൾ ഫോട്ടോ എടുക്കാം, അപ്പാക്ക് സെൽഫി എടുത്ത് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ആ പറയുന്നത് പൊന്നുവാൻ നമുക്കിത് മതി. വാട്സാപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത എത്ര ഉമ്മമാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഉപയോഗിക്കാൻ അറിയാത്തവരും ഉണ്ട്.
അറിയുന്നവർ കൂടുതലായിരിക്കും, അറിയാത്തവരുമുണ്ട്. ഫേസ്ബുക്കോ ഇല്ലാത്ത, അക്കൗണ്ട് ഇല്ലാത്ത എത്ര ആളുകളുണ്ട്? എത്ര സഹോദരങ്ങളുണ്ട്, എത്ര സഹോദരിമാരുണ്ട് ഇന്നുമുണ്ട്. പ്രായം ചെന്ന ഒരുപാട് ആളുകൾ, അവർ അശ്ലീലതകൾ അധികവും കണ്ടിട്ടില്ല, അവർ അത് ദർശിച്ചിട്ടില്ല, അതിലേക്ക് പോയിട്ടുമില്ല. ഒരു സീരിയലും അടിമപ്പെടാതെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എത്രയോ സാലിഹത്തുകളാകുന്ന സ്ത്രീകൾ ഇന്നുമുണ്ട് ഈ ലോകത്ത്. നമ്മുടെ നാട്ടിൻപുറത്ത് എങ്ങും അന്വേഷിച്ചോടണ്ട. അപ്പൊ നമുക്കും മാറാൻ സാധിക്കും നമ്മളൊന്ന് ചിന്തി വെച്ചാൽ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ബന്ധം അതിനോടാണ് നമുക്ക്, അല്ലേ? അത് ഉപയോഗം കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. എപ്പോഴും മൊബൈൽ ഫോൺ, നിലയ്ക്കാതെ മൊബൈൽ ഫോൺ, അശ്ലീലത കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. ഒന്നുമില്ലെങ്കിലും വെറുതെ ഫേസ്ബുക്ക്, വാട്സാപ്പിലൊന്ന് കയറി വെറുതെ പോകും. ശൈത്താൻ എത്രത്തോളം പിടികൂടിയിട്ടുണ്ട്. തിരിച്ചു വരാൻ നമുക്ക് കഴിയുമോ? ചിന്തിക്കുക. എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം വില കൂടിയ മൊബൈൽ ഫോണിൽ എല്ലാം ഉപയോഗിച്ചിരുന്നു. ഇപ്പം അദ്ദേഹം അതെല്ലാം മാറ്റി സാധാ ഒരു മൊബൈൽ ഫോണാക്കി. അദ്ദേഹം പറയുന്നത്, ഉസ്താദേ, ഈ വാട്സാപ്പിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മെസ്സേജോ അതും കണ്ട് ഞാൻ അതൊന്നും ഒഴിവാക്കി. സാധാ മൊബൈൽ ഫോണും ഫോട്ടോയും എടുക്കണ്ട, ഒന്നും എടുക്കണ്ട, അത്യാവശ്യം കോൾ അറ്റൻഡ് ചെയ്യുക, എവിടാന്ന് ചോദിക്കുക, ഇന്നെടുത്താന്ന് പറയുക, മതി, എൻ്റെ ആവശ്യമുള്ളല്ലോ. മറ്റേത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ അത് തന്നെ ജീവിതം, മൊബൈൽ ഫോൺ തന്നെ ജീവിതം. എത്രയോ ചെറുപ്പക്കാരങ്ങനെയുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. ജീവിതം അതല്ലല്ലോ, ജീവിതം അത് മാത്രമായി കഴിച്ചു കൂട്ടുന്നവർ. ഭക്ഷണം കഴിക്കുമ്പോഴും മൊബൈൽ ഫോൺ, ബാത്റൂമിൽ പോകുമ്പോഴും ഇതുമായിട്ട് പോകും. അരേ ഇത് വെച്ചോണ്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക, എത്തിക്കാഫ് ഇരുന്ന് അവിടെ ഇരുന്ന് നോക്കുക, അപ്ഡേറ്റ് അവിടെ ഇരുന്ന് തന്നെ വല്ലും തേക്കുക. ആഹത്ത് ഒരു കൈ ബ്രഷ്, ഒരു കൈ മൊബൈൽ ഫോൺ. കഴുകാൻ നേരത്ത് ബ്രഷ് മാറ്റി വെക്കുന്ന മൊബൈൽ, എന്നിട്ട് കഴുകുന്നു. അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം അഡിക്റ്റായിട്ട് പോയി, അതിനഡിക്റ്റായി ഉണ്ട്. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ചെറുപ്പക്കാർ, സഹോദരങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എത്രത്തോളം നമ്മളെ പൈശാചികത്തിൽ അടിമപ്പെട്ടു. ഇതില്ലാതെ കഴിയുന്നില്ല. എപ്പോഴും ഒന്നല്ലേ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സാപ്പ്, ഇതില്ലാതെ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെട്ടു പോയി. ഇനി ഒരു തിരിച്ചുവരവിന് പറ്റുമോ? ഇനി എന്ത് ചെയ്യണം? തങ്ങൾ പറയുകയാണ്, 3 കൂട്ടർക്ക് തീർച്ചയായും നരകത്തിൽ നിന്ന് മോചനമാണ്. അതിലാദ്യമായി അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് ഹറാമ കാണാത്ത കണ്ണ് ആർക്കുണ്ടോ നരകീയ മോചനം റെഡിയാണ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ കണ്ണ് വഅയ്നു സഹറത്ത് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകളുണ്ടോ? പടച്ചറബിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങൾ ഉറക്കമൊഴിച്ചവരുണ്ടോ? വെള്ളിയാഴ്ച രാവാണ്, സലാത്തുകളെ ചൊല്ലിക്കൊണ്ട് എന്റെ ഹബീബിനെ ഒന്ന് കാണണമെന്നുള്ള അടങ്ങാത്ത ആശ വെച്ചുകൊണ്ട് ബുർദത്തു ഷരീഫ് ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞുകൂടിയവരുണ്ടോ? പരിശുദ്ധമാക്കപ്പെട്ട സലാത്ത് ചൊല്ലി ഖുർആൻ ഓതിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ടോ? രാത്രി തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സഹോദരന്മാരുണ്ടോ? നരകീയ മോചനം റെഡിയാണ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. വഅയ്നു ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദുബാബ്, ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പടച്ച റബ്ബേ, ഞാൻ തെറ്റുകൾ ചെയ്തു പോയി അല്ലാ, അശ്ലീലത കണ്ടുകൊണ്ട് കണ്ണ് നിറച്ചു പോയി റബ്ബേ, നീ പുറത്തു തരണേ അല്ലാ എന്ന പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ? മൂന്നാമത്തെ കൂട്ടരവരാണ്, അവർക്ക് തീർച്ചയായും നരകീയ മോചനം റെഡിയാണ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ക്ലാപ്പനയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് തെറ്റുകൾ കടന്നു വന്നിട്ടുണ്ടാകാം. ഹറാമുകൾ കണ്ടു തീർത്ത കണ്ണാകാം, ഹറാമുകൾ ചെയ്തു തീർത്തതായ കൈകളാകാം, കാട്ടു തീർത്തതായ കാതുകളാകാം. പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യേണ്ട സമയമാണ്. ഈ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിലേക്ക് നീ തൗബ ചെയ്യ
ചെയ്യണേ, തൗബ ചെയ്യണേ. അല്ലാഹുവേ, ഞാൻ ഒരുപാട് തെറ്റുകൾ കണ്ടുപോയി അല്ലാ, ഒരുപാട് തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു പോയി അല്ലാ. ഹറാമായ ഭാഷണം ഞാൻ എൻ്റെ നാവ് കൊണ്ട് നടത്തിപ്പോയി അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, വല്ലിസാനു തസ്നിയാൻ, നാവിന് വ്യഭിചാരമുണ്ട് സാബാ, ഫസിനാഹു അൽ കലാം. അന്യ പെണ്ണുമായി പാതിരാത്രി സമയത്ത് ഭാഷണം നടത്തുന്ന ചെറുപ്പക്കാരില്ലയോ, സഹോദരങ്ങളില്ലയോ, നഊദു ബില്ലാഹ്. അന്യ പുരുഷനുമായി ചങ്ങാത്തം കൂടി കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരനാണ്, അവനുമായി ചാറ്റിംഗ് നടത്തുന്ന സഹോദരിമാര്, പാതിരാത്രി സമയത്ത് അവരുമായി ഭാഷണം നടത്തുന്നവരില്ലയോ. നാവിന്റെ വിചാരമാണ് സഹോദരി, നാവിന്റെ വിചാരമാണ് പെങ്ങളെ. എത്രയെത്ര മുസ്ലിം സഹോദരിമാരാണ് 40-50 ഏജുള്ള സഹോദരിമാര്, ഭർത്താവ് പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് അവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനുമായി ഭാഷണം നടത്തുന്ന സഹോദരിമാരില്ലയോ. എത്രയെത്ര മോശപ്പെട്ട കോളുകളാണ്, എത്രയെത്ര മോശപ്പെട്ട ഓഡിയോ കോളുകളാണ് ഇന്നും ഇന്റർനെറ്റിൽ കിടക്കുന്നത്. മലബാർ ദേശത്തും തെക്കത്ത് ദേശത്തുമുള്ളതായ മുസ്ലിം അംഗമാരുടെ ഉമ്മമാരുടെ മോശപ്പെട്ട ഓഡിയോ കോളുകൾ ഇന്നും ഇന്റർനെറ്റിലില്ലയോ. അല്ലാഹുവേ, നീ കാക്കണേ അല്ലാ, ഈ സമൂഹത്തെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. എത്ര എത്ര വിപത്താണ്, എത്ര വലിയ മോശമായ വിപത്താണ് അന്യ പുരുഷനുമായി അന്യ സ്ത്രീകളുമായി. പുരുഷന്മാരെ, സ്ത്രീകളെ, നിങ്ങൾ നടത്തുന്ന ഭാഷണമില്ലയോ, മോശപ്പെട്ട സംഭാരമില്ലയോ, സംസാരമില്ലയോ. അന്യ പെണ്ണിനെ വീഴ്ത്താൻ വേണ്ടി ഏതൊക്കെ മോശപ്പെട്ട ലൈംഗിക ചുവയുള്ള ഭാഷകൾ സംസാരിക്കണോ അതെല്ലാം സംസാരിച്ചുകൊണ്ട് അവളെ എങ്ങനെ വീഴ്ത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ചെറുപ്പക്കാരില്ലയോ. നിന്റെ ഓരോ ഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്, റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഫസിനാഹു അൽ കലാം, നിന്റെ മധുരിതമാകുന്ന ഭാഷണമില്ലയോ, ആ ഭാഷണമാണ്, ഭാഷണമാണ്, അത് വ്യഭിചാരത്തിന്റെ സംസാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാ. വല്ലുദനാനി തസ്നിയാൻ, രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബാ, രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബാ. ഫസിനാഹുമാ അസ്മഉ, രണ്ട് കാതുകളുടെ വിചാരം. ഹറാമായ ഭാഷണം കേൾക്കുന്ന സഹോദരനുണ്ടോ? അന്യ പെണ്ണിന്റെ ഭാഷണങ്ങൾ കേട്ടുകൊണ്ട് കോൽമയിൽ കൊള്ളുന്നതായ ചെറുപ്പക്കാരാ, ആ ഭാഷണം കേട്ടുകൊടുക്കൽ തന്നെ കാതിന്റെ വിചാരമാണ്, വിചാരമാണ്. ഉസ്താദേ, എന്നെ എപ്പോഴും ഒരു ചെറുപ്പക്കാരൻ വിളിക്കും, ഞാൻ അവനുമായിട്ട് കൂടുതൽ സംസാരം നടത്തിയിട്ടില്ല, അവൻ എപ്പോഴും എന്നെ വീഴ്ത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്ന് വരെ വീണിട്ടില്ല, ഞാൻ കേട്ടുകൊടുത്തിട്ടുള്ളയുള്ളൂ. പെങ്ങളെ, അവന്റെ മധുരിതമാകുന്ന ഭാഷണം കേട്ടുകൊടുക്കുന്ന നിന്റെ കാതുകൾ ചെയ്യുന്ന പ്രവർത്തനം ഹറാമാണ്, ഹറാമാ. വല്ലുദനാനി തസ്നിയാൻ, രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബാ. അന്യ പുരുഷന്റെ അന്യ സ്ത്രീയുടെ ഭാഷണം കേൾക്കുന്ന സഹോദര സഹോദരിമാരുണ്ടോ? അത് കാതിന്റെ വിചാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. വരിജലാനി തസ്നിയാൻ, രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് സാബാ, കാലുകൾക്ക് വിചാരമുണ്ട് സാബാ. ഫസിനാഹുമാ അൽ മംശാ, ഫസിനാഹുമാ അൽ ഖുതാ, രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് സാബാ. കാലിന്റെ വിചാരം, ഓരോ ചവിട്ടടിയും നീ ഹറാമായ സ്ഥലത്തേക്ക് വെക്കുന്ന ചവിട്ടടികളില്ലയോ. സിനിമ കാണാൻ വേണ്ടി നീ പുറപ്പെടലില്ലയോ, സീരിയൽ കാണാൻ വേണ്ടി പോകുന്നില്ലയോ. ഞായറാഴ്ച ദിവസം നിന്റെ വീട്ടിൽ ടി വി ഇല്ല, അയൽവക്കക്കാരന്റെ വീട്ടിൽ 4 മണിക്കത്തുള്ള സിനിമ കാണാൻ, ഉച്ചയ്ക്കുള്ള സിനിമ കാണാൻ, ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സീരിയൽ കാണാൻ നീ ഇറങ്ങി പുറപ്പെടുന്ന യാത്രയില്ലയോ. ഓരോ ചവിട്ടടിയും വിചാരമാണ്,
വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. കാരണം നീ കാണുന്നത് അന്യപുരുഷനെയാണ്, നീ ദർശിക്കുന്ന അന്യ പെണ്ണിനെയാണ്, ഹറാമായ കാഴ്ചകളാണ്. അതുകൊണ്ട് യാത്ര തന്നെ എണ്ണപ്പെടുന്നത് വ്യഭിചാരമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതെല്ലാം പടച്ച റബ്ബിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യുന്നു അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 കൂട്ടർ നരകത്തിൽ പ്രവേശിക്കുകയില്ലത്രേ. അതിൽ ലാസ്റ്റ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, ഐനുൻ ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദുബാബ്. ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് പടച്ച റബ്ബേ തെറ്റ് ചെയ്തു പോയി അല്ലാ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിനടിമപ്പെട്ടുകൊണ്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അല്ലാ, അറിയാതെ കണ്ടുപോയ റബ്ബേ, അറിയാതെ അന്യ പെണ്ണിലേക്ക് പിടിച്ചു പോയ അല്ലാ, അറിയാതെ ഹറാമായ സ്ഥലത്തേക്ക് നടന്നുപോയ റബ്ബേ, നീ പുറത്തു തരണേ നാഥാ, നീ പുറത്തു തരണേ അല്ലാ എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ നരകീയ മോചനമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ സദസ്സിലൂടെ നേടിയെടുക്കേണ്ടത് അതാണ്. മനസ്സിലൊരു ഖേദം, തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ഖേദം. തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കയ്യുയർത്തിക്കുക, ഒന്ന് കാണാനാണ്. ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കുല്ലുബിനി ആദം ഖത്താഉൻ സയ്യിദുനാ റസൂലുള്ളാഹി. ചോദിച്ചതിൻ്റെ പേര് ഇറങ്ങി പോവാണ്, അറിയാതെ ചോദിച്ചേട്ടാ. കുല്ലുബിനി ആദം ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടാരാൻ അത്തവ്വാബുൻ, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റിയാത്തവരില്ല, എല്ലാവരും തെറ്റുകാരാണ്. ഓരോ ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്തവരായി ഒരാളും ഈ സദസ്സിലുണ്ടാവൂല. സഹോദര സഹോദരിമാരടക്കം എല്ലാവരും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താ? റബ്ബിലേക്ക് തൗബ ചെയ്യുക. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏറ്റു പറഞ്ഞു, തെറ്റ് സമ്മതിച്ചിട്ട് റബ്ബെ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് റബ്ബിലേക്ക് പറയുന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളത് പറയാതെ നടക്കാൻ, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലാക്കണം. ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ എന്ന് പറയുന്നില്ല ഇവിടെ ആരും. ഇപ്പൊ കേരളക്കരയിൽ പല ഭാഗങ്ങളിലായി വലിയ ദുരന്തങ്ങളുണ്ടായി അല്ലേ? എല്ലാ പള്ളികളിൽ നിന്നും നമ്മൾ ദുആഇന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. മനുഷ്യനവൻ പടച്ച റബ്ബിനോട് ഏറ്റു പറയണം, റബ്ബേ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് ഏറ്റു പറയണം. വിപത്തുകൾ ഉണ്ടാകുന്ന കേരളക്കരയിൽ ഉടനീളം വിപത്ത് അല്ലേ? എത്ര ആളുകൾ കഴിഞ്ഞ വർഷം തീരദേശ പ്രദേശങ്ങളിലൊക്കെ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായപ്പോ മലമുകളിലിരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടാകണം, ഞങ്ങൾക്ക് വിഷയമില്ല, കണ്ടോ മലയുടെ മുകളിലാണ്, അല്ലാ ഇപ്രാവശ്യം ഉരുൾ പൊട്ടി, അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. മനസ്സിലാക്കണം. നമ്മൾ കരുതി വെള്ളത്തിന്റെ ഭീഷണി എവിടെയാ വരിക? താഴ്ന്ന പ്രദേശങ്ങളാ. ചിന്തിക്കാനാണ് ഈ പറയുന്നത് കേട്ടോ. ചിന്തിക്കുക, ശരിക്കും ചിന്ത വരട്ടെ. വെള്ളത്തിന്റെ ഭീഷണി എവിടെയാ? താഴ്ന്ന പ്രദേശങ്ങളിലല്ലേ വരേണ്ടതുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ വിട്ടിട്ട് നമ്മളെപ്പോലെ ഭൂമി വാങ്ങിക്കോ എന്ന് മനസ്സുകൊണ്ട് കരുതിയവർക്ക് ഇപ്രാവശ്യം കിട്ടിയ പണിയുണ്ട. നിലമ്പൂർ ദേശം, വയനാട് ചുരം, വലിയ വലിയ മേഖലകൾ വസിച്ചിരുന്നവർ, ഉയർന്ന ഭൂപ്രദേശത്ത് താമസിച്ചിരുന്നവർ, അവിടെ ഉരുള് പൊട്ടിയിട്ട് ഒന്നായിട്ട് അവിടുന്ന് വെള്ളത്തിൽ മൊത്തത്തിൽ മൂടപ്പെട്ടു പോയി. മനസ്സിലാക്കണം. ചിന്തിക്കാനാണ്, മനുഷ്യന് ചിന്ത വരണം. അടുത്ത വർഷം ഇനി എങ്ങനെയാകുമോ? നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. നമുക്കറിയാം മുൻകാലങ്ങളിൽ സുനാമി ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി, അതും പോയി എല്ലാം പോയി, നമ്മളെല്ലാം പോകും. അല്ലാഹു കാക്കട്ടെ. പടച്ച റബ്ബ് തന്ന അദ്ദേഹം പറഞ്ഞു, ഏത് ഭാഗത്തുനിന്നാണ് വരുന്നത്? ഭൂമി പിളർത്തിയിട്ടാണോ വരുന്നത്? ആകാശത്തുനിന്ന് വരുന്നതാണോ? അവസാന കാലഘട്ടം പലതും ഉണ്ടാകും, ഒക്കെ സംഭവിക്കും. തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഹദ്ദിസ്നി അനി സൽസല,
അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സിൽസാലുകളെ പറ്റി, ഭൂകമ്പങ്ങളെ പറ്റി, ദുരന്തങ്ങളെ പറ്റി, ഇത്തരത്തിലുള്ള പീഡിതമാകുന്ന പ്രയാസങ്ങളെ പറ്റി ഒന്ന് വിവരിച്ചു തരണേ ആയിഷ, ഒന്ന് വിവരിച്ചു തരണേ ഉമ്മ. ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാണ്, കാലത്ത് മഹദി അവറുകൾ പറയുകയാ, ഇദസ്തബാഹു അസ്സിനാ, വ്യഭിചാരം ഹലാലാക്കുന്ന കാലഘട്ടം കടന്നു വന്നാൽ, വ്യഭിചാരം സാർവത്രികമായി ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം വന്നാൽ, വിവാഹേതര ലൈംഗിക ബന്ധത്തിന് പോലും അനുമതി വരുന്നതായ കാലഘട്ടം വന്നാൽ, ഇത്തരത്തിലുള്ള വിപത്തുകളെ പ്രതീക്ഷിക്കണേ, വിപത്തുകളെ പ്രതീക്ഷിക്കണേ എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ. ഞാൻ എൻ്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ആര് പറയാൻ? ആയിഷ ബീബി പറയാൻ. ഭാര്യ പറയാ, ഭർത്താവാകുന്ന മുത്തനബി പറഞ്ഞത് എന്ത്? വിചാരം സാർവത്രികമായാൽ ജനങ്ങളതിങ്ങനെ ഹലാലാക്കി, അതൊന്നും വിഷയമല്ല. കൂൾ മൈൻഡ്, അത് തന്നെയാണ് മൊത്തത്തിൽ. അത് തന്നെയാണ് ഞാനതാ പറഞ്ഞു. വിചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇവിടുന്ന് വണ്ടി കയറി ഡൽഹി റെഡ് സീറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് റാഹത്തായിട്ട് തിരിച്ചു വരുന്ന പരിപാടി അല്ല ഈ പറഞ്ഞത്. പിന്നെ ഏതാണ്? കണ്ണുണ്ട്, കാതുണ്ട്, കൈക്കുണ്ട്, ഈ വ്യഭിചാരങ്ങൾ അത് സാർവത്രികമാണ്, സമൂഹത്തിൽ വല്ലാതെ നടക്കുക. ഞാൻ പറയാം, മൊബൈൽ ഫോണിലൂടെ, വാട്സാപ്പും ഫേസ്ബുക്കിലൂടെയും അശ്ലീല ചാറ്റിങ്ങിലൂടെയും ഒക്കെ നടക്കുന്നതാണ്. അല്ലാഹു ആക്കട്ടെ. ഒരാൾ തന്നെ 5 കണക്ഷനൊക്കെ ആയിട്ട് നടക്കുന്ന കോമുണ്ട്. 5 സിം 15 സിമ്മൊക്കെ ആയിട്ട് നടക്കുന്ന സഹോദരിമാരുണ്ട്. എത്ര ആളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ആളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര സഹോദരിമാരെ നമ്മുടെ നാടുകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര കേസുകളുണ്ട്. ആളെ ഞാൻ ഇളുഭരാക്കുന്നില്ല, ഇപ്പൊ ഒക്കെ പറയാൻ പോയ വേറെ രീതിക്ക് പോകും. 40-50 വയസ്സെത്തിയതായ സഹോദരിമാർ സ്വന്തം ഭർത്താവിനെ കബളിപ്പിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്തുന്ന സഹോദരിമാർ. അവസാനം പിടിക്കപ്പെട്ടപ്പോൾ 5 മൊബൈൽ ഫോൺ, 15 സിം, ഇത്ര ഉണ്ട്. ഖുർആനോ? ഖുർആനില്ല അവരുടെ കയ്യിൽ. നമുക്കൊന്നും അതില്ലല്ലോ. നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു ഖുർആനുണ്ടോ? നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഒന്നും ഇല്ലാത്തതിൻ്റെ അവസ്ഥയാണ് ഇതൊക്കെ. സ്വന്തമായിട്ട് ഖുർആൻ ആരാ ഓതുന്നത്? ഇന്നിപ്പോൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് ഓതി എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈ ഉയർത്താൻ പറ്റും? ഉയർത്താനല്ല, എത്ര പേർക്ക് പറ്റും? വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം. ഇതാ വക്കാത്തിയ സൂറത്ത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച സൂറത്തുൽ വാഖിയ പാരായണം ചെയ്ത എത്ര സഹോദര സഹോദരിമാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലയോ, അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ, സ്ത്രീകളെ നിങ്ങൾ പഠിപ്പിക്കണേ സൂറത്തുൽ വാഖിയ ഓതാൻ വേണ്ടി കൽപ്പിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സ്ത്രീകളോട് പ്രത്യേകം പറയാൻ. എന്താ, പുരുഷന്മാർ വേണ്ടേ? അല്ല, പുരുഷന്മാർ കച്ചവടത്തിന് വേണ്ടി പോകുന്നു. വീട്ടിലിരിക്കുന്ന സഹോദരിമാർ വെറുതെ ഇരിക്കണ്ട, സൂറത്തുൽ വാഖിയ ഓത്. കാരണം കച്ചവടത്തിൽ കടയിൽ ആള് കയറണമെങ്കിൽ നമ്മളിവിടെ ഓതണം. ഓതലുമില്ല, ഒന്നുമില്ല. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. നമ്മൾ ദിക്റും ഔറാദും എടുത്തിട്ടുണ്ടോ രക്ഷപ്പെടും, ഉറപ്പാണ്. പടച്ച തമ്പുരാൻ ഉയർത്തും, തീർച്ചയാണ്. വിപത്തുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ സലാമത്ത് നൽകും, എല്ലാ വിപത്തുകളും നൽകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തിയതാണ്, നിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ് നിന്റെ കാതുകളെ, നിന്റെ കണ്ണുകളെ, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കണേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം ചെയ്ത 2 അവയവങ്ങളെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. ഭാഗ്യം ചെയ്ത 2 അവയവങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് നമ്മുടെ കണ്ണ്, മറ്റൊന്ന് നാവ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2 ഭാഗ്യമുള്ള അവയവമാണ്. ബാക്കിയൊന്നും ഭാഗ്യമില്ല എന്നർത്ഥത്തിലല്ല, ബാക്കിയൊക്കെ ഭാഗ്യമുണ്ടെങ്കിലും ഇത്രത്തോളം ഭാഗ്യമില്ല. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര ഭാഗ്യമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ സ്വർഗാവകാശികൾക്ക് അടുക്കൽ സ്വർഗത്തിൽ കഴിയുന്നതായ ആളുകൾ ആ സ്വർഗത്തിൽ വസിക്കുന്ന സമയത്ത് ആദ്യമായി അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആഹാരമേതാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെടുകയാണ് മാ അവ്വലുമായ ഉകുലു അഹ്ലുൽ ജന്ന,
സ്വർഗാവകാശികൾ ആദ്യമായി കഴിക്കുന്നത് ഏതാണ് റസൂലേ? ആദ്യമായി കഴിക്കുന്നത് ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കബദുൽ ഹൂത്, മത്സ്യത്തിന്റെ കരളാണ്. കരള് റോസ്റ്റ് ചെയ്ത് നൽകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ല, വലിയ മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരും. മീൻ ഇഷ്ടമുള്ളവരാരാൻ എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. ആരും ഇല്ലേ? എല്ലാവരും ഇറച്ചിയുടെ ആൾക്കാരാ. അല്ല, ഒറിജിനൽ ബീഫ് കിട്ടുമോ? ഒറിജിനൽ ബീഫ് കിട്ടുന്ന കട നമുക്ക് 1-2 അറിയായിരിക്കുമല്ലോ. നമ്മൾ പറയട്ടെ, അല്ല അവിടെ പോകണം, പോത്തുമുക്കി പോകണം, അവിടെയാണ് ഒറിജിനൽ ബീഫ് ഉള്ളത്, അങ്ങനെ നമ്മൾ പറയും. അങ്ങനെയാണോ? കിട്ടാറുണ്ടാ? നിങ്ങളെന്താ ആരും അനങ്ങാത്ത? ക്ലാപ്പനെ ഉള്ളവരൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ. ഉണ്ടോ? എല്ലാം കരുനാഗപ്പള്ളിക്കാരാണല്ലോ ഇതെല്ലാം ഇരിക്കുന്നത് ഫ്രണ്ടിലല്ലേ. ഉണ്ടോ? ഉണ്ടോ? കിട്ടുമോ? അൽത്താഫ് ഉണ്ടോ? അൽത്താഫ് എന്നല്ലേ എൻ്റെ പേര്. നാളെ സ്വർഗാവകാശികൾക്ക് ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? കബദുൽ ഹൂത്ത്, മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരും സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കഴിക്കാൻ തൗഫീഖ് തരട്ടെ. കരള് എനിക്കിഷ്ടമല്ല സാറേ, ഞാൻ മറ്റേ ചൂര പോലും കൂട്ടത്തില്ല, കാരണം അതിനകത്ത് ഈ കരളിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് എന്ന് പറയുന്ന സഹോദരിമാരുണ്ടാവും. ഏറ്റവും ടേസ്റ്റാണ്, സ്വർഗമാണെന്ന് കരുതിക്കോണം ഇത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെ ഫുഡാണ്. സ്വർഗത്തിൽ കടക്കണ്ടേ? ആഗ്രഹമുള്ളവരൊന്ന് കൈയുയർത്തിക്കേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്ന പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയേക്കാലത്തിലും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു തഅ്വാ ഉസ്താദിന്റെ ദറജ ഉയർത്തട്ടെ. ഉറക്കെ പറയുന്ന അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാപ്പന ദേശത്ത് ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരുപാട് മുഹബ്ബീങ്ങളുണ്ട്. അല്ലാഹു ആ മഹബ്ബത്ത് നിലനിർത്തി തരുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാ ആഴ്ചയും അവരെ സിയാറത്ത് ചെയ്യാറുണ്ട് എന്ന് ഈ സദസ്സിന് മുമ്പാകെ ഒരാൾ പറയുകയുണ്ടായി, എന്നോട് ഉണർത്തുകയുണ്ടായി. അല്ലാഹു അവരുടെയൊക്കെ സിയാറത്ത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മൂപ്പര് കുറച്ച് നേരം ഫ്രണ്ടിരിക്കും, പിന്നെ ബൈക്കിൽ പോകും, പിന്നെ കുറച്ച് അങ്ങനെയാണ് ഓളിയും കറക്റ്റ് ചെയ്യുന്ന മൂപ്പര്. ഇവിടെ ശ്രദ്ധിക്കും, നമ്മുടെ ഏറ്റവും വലിയ മുഹിബാട്ടോ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ജുമായ്ക്ക് ഫ്രണ്ട് സഫീലാണ് മൂപ്പര്. അല്ലാഹു കബൂലാക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ ഖിയാമത്ത് ഉണ്ടാവും, അതിനെ അങ്ങനെ പറയുന്നത്. അതുണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? പ്രചോദനം കൊടുക്കണമല്ലോ. അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അപ്പൊ സ്വർഗത്തിലെ ആദ്യം കിട്ടുന്ന ഭക്ഷണം ഏതാണ്? സ്വഹാബത്ത് ചോദിക്കാൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകുകയാണ്, കബദുൽ ഹൂത്, മത്സ്യത്തിന്റെ കരളാണ് സ്വഹാബ. മത്സ്യത്തിന്റെ കരൾ നൽകുമേ, കരൾ റോസ്റ്റ് ചെയ്യുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മനോഹരമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ ആദ്യം കിട്ടുന്ന വിഭവം ഇതാണ്. കരൾ റോസ്റ്റ് ചെയ്യും, മീനിന്റെ കരളാണ് അല്ലേ? നീണ്ടകരയിൽ ഇവിടെ ഏതാണ്ടൊരു കടൽ ഇതുണ്ടല്ലോ, എന്താണ്? അപ്പം മീൻ ഇഷ്ടമില്ലാത്ത കൊമ്മല്ലാന്ന് തിരിഞ്ഞ് ഉണ്ടല്ലേ, ചാടി പറയാതെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരും ഉണ്ടാകും. അല്ലാഹു അവർക്കും ബർക്കത്ത് നൽകട്ടെ.
ഇവിടെ ശ്രദ്ധിക്ക്. അപ്പോൾ ആ കരൾ റോസ്റ്റ് ചെയ്ത് നൽകും. ഇത് സ്വഹാബത്ത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിക്കാൻ, ഞാൻ എങ്ങോട്ടാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്? കണ്ണും നാവും വലിയ ഭാഗ്യമുള്ള അവയവങ്ങളാണ് എന്നതിലേക്ക് സൂചിപ്പിച്ചു കൊണ്ടുവരാൻ. അതുകൊണ്ട് ഈ കണ്ണിനെയും നാവിനെയും സൂക്ഷിക്കണം. അതാണ് ആകെ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ ആകത്തുക. ഇവിടെ ശ്രദ്ധിക്കണം. ഈ രണ്ട് അവയവങ്ങളും വളരെയേറെ ശ്രേഷ്ഠതയുള്ള അവയവങ്ങളാണ്, മറ്റവയവങ്ങളെ പോലെ അല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സഹാബത്ത് ചോദിച്ച ഉടനെ, യാ റസൂലല്ലാഹ് അഫിൽ ജന്നതി അൽഅക്ലു വശ്ശുറബു യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സ്വർഗ്ഗത്തിൽ ഭക്ഷണമുണ്ടോ, കുടിനീരുണ്ടോ? സ്വർഗ്ഗത്തിൽ തീറ്റയും കുടിയോ? എന്താ പരിപാടി അവിടെ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്ചര്യത്തോടുകൂടി അതിശയത്തോടുകൂടി ചോദിച്ച സഹാബത്തിനോട് പറയുകയാ, നഅം അസിയദ മിനദ് ദുനിയാ, ഈ ദുനിയാവിനേക്കാൾ കൂടുതലുണ്ട് സഹാബ, ഈ ദുനിയാവിനേക്കാൾ അധികമുണ്ട് സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ നിങ്ങൾ എത്ര കഴിക്കുന്നോ അതിൻ്റെ ഇരട്ടിയുണ്ട്. എവിടെ? സ്വർഗത്തിൽ. അവിടെ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ച സ്വഹാബത്തിനോട് നബി കൊടുത്ത മറുപടി, അവിടെ ദുനിയാവിനേക്കാൾ കൂടുതലുണ്ട്. ദുനിയാവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? കഴിച്ച് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താം, അപ്പോഴും ഒരു മട്ടൻ ബിരിയാണി പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്, നമ്മൾ ഒന്നും കൂടി ഒന്നിരിക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? അത് രാവിലത്തേക്ക് വെക്കുമോ? അല്പം ബർക്കത്തിനുള്ള എന്തിനെന്ന് എഴുതിയിട്ട് നമ്മൾ സ്വല്പം ഒന്ന് കഴിച്ചെങ്കിൽ രാവിലെ എഴുന്നേറ്റില്ലെങ്കിലോ, അതുകൊണ്ട് ഇത് കഴിച്ചിട്ട് കിടന്നേക്കാം. ഇതാണ് നമ്മുടെ പരിപാടി. എത്ര കഴിച്ചെന്ന് പറഞ്ഞാലും ഉള്ള സ്റ്റേജായി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വിടും. അതാണ് ദുനിയാവിലെ കഴിക്കൽ. ഇതിൻ്റെ ഇരട്ടിയാണ് എവിടെ? സ്വർഗത്തിൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ അല്ലേ? ഉസ്താദ്മാരെ ഭക്ഷണം മുത്തല്ലിമീങ്ങൾ അല്ലേ, അട്ടിപ്പാത്രം കൊണ്ടുപോയിട്ട് അവസാനം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. മുത്തല്ലിമീങ്ങൾക്കൊരൊക്കെ വീടുണ്ടാവും. എന്നാൽ ഈ അട്ടിപ്പാത്രത്തിൽ നിന്ന് അതിൻ്റെ ചിക്കനും മട്ടനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാസ്റ്റ് ഒന്ന് കഴിക്കും. ആ പാത്രം കഴുകി വെക്കാൻ വേണ്ടി പോകുമ്പോൾ എന്തിനാ? അതൊരു ബർക്കത്ത്, റാഹത്ത്. അങ്ങനെ ഏത് മേഖലയിലും ഉണ്ടെന്നർത്ഥം, എല്ലായിടത്തും ഉണ്ട് ചെറുതായിട്ടിങ്ങനെ അല്ലേ? അപ്പോൾ ഭക്ഷണത്തോട് താല്പര്യം ഈ ദുനിയാവിൻ്റെ താല്പര്യത്തെക്കാൾ കൂടുതൽ ഭക്ഷണവും എവിടെ ഉണ്ടാകും? നാളെ സ്വർഗത്തിലുണ്ടാകും. അപ്പോൾ വീണ്ടും സംശയം. സ്വഹാബത്ത് ചോദിക്കുകയാണ്, അവരെ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുകയില്ലയോ റസൂലേ? ഭക്ഷണം കഴിച്ചാൽ കാഷ്ടിക്കണ്ടയോ മൂത്രിക്കണ്ടയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ യാ സഹാബ, അവർ ഭക്ഷണം കഴിച്ചാൽ കാഷ്ടിക്കുകയും വേണ്ട മൂത്രിക്കുകയും വേണ്ട, ബൽ യതഅറഖൂൻ, അവർ വിയർക്കുന്നതാണ്. അവരുടെ വിയർപ്പ് കടന്നു വരുന്നത് നാറ്റത്തിലൂടെയല്ല, കസ്തൂരിയുടെ സുഗന്ധമായിട്ടാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫുഡ് കഴിച്ച വിയർക്കും, വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ കടന്നു വരുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും ഉണ്ടാവുക. അത്രയൊന്നും അടിക്കണ്ട, 2 പൊറോട്ട അടിച്ചാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ്? വിയർക്കും. അപ്പോൾ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ കടന്നു വരുന്നതോ നല്ല കസ്തൂരിയുടെ സുഗന്ധം. അപ്പോൾ അവിടെ നല്ല മണം വരുമ്പോൾ മനസ്സിലാക്കണം, ഓൻ ശരിക്കും ഫുഡ് അടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പുറത്ത് റൂമിൽ നിന്ന് മണം ഇങ്ങനെ അടിക്കുമ്പോൾ മനസ്സിലാക്കാൻ എന്താണ്? ആള് നല്ല ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം എന്താ? വിയർപ്പ് ഇങ്ങനെ കൂടും. വിയർപ്പ് അധികരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വിയർപ്പ് നമ്മളെയൊക്കെ ആണെങ്കിലോ എന്താ റബ്ബേ കെട്ട മണം, പെണ്ണുങ്ങൾ എഴുന്നേക്കത്തില്ല. സംഭവം ഇത് വേറെയാണ്. ഇത് നല്ല സുഗന്ധമാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധം. ഹദീസാണ് ഇതൊക്കെ. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ അവസ്ഥ. നമ്മുടെ ഇപ്പോഴത്തെ വിയർപ്പേ ആൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇത് കസ്തൂരിയേക്കാൾ സുഗന്ധം. ഈ ദുനിയാവിൽ വെച്ച് തന്നെ നബിക്ക് അങ്ങനെ ഉണ്ട്, ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരി. അതിനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. നബിക്ക് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏത്? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വഹീഹുൽ ബുഖാരി, ആർക്കും നിഷേധിക്കാൻ പറ്റൂല. നബിതങ്ങൾ വരുമ്പോൾ ഞാനൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കും. ഉമ്മു സലമ ബീവി പറയാം, നബിയുടെ ഭാര്യയാണ് ഉമ്മു സലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ ഞാൻ ആ വിരിപ്പ് എടുത്തിട്ട്, നബി നല്ല വിയർപ്പുള്ള വ്യക്തിയാണ്, ഉമ്മു സലമ ബീവി തന്നെ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല വിയർക്കുമായിരുന്നു. ഞാൻ ആ തുണി ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും, വിയർപ്പിങ്ങനെ പിഴിയും. നമ്മൾ തോർത്ത് നല്ല വിയർക്കുന്ന സമയത്ത് തോർത്ത് പിഴിഞ്ഞാൽ ഉണ്ടാവും, നമ്മളിട്ടിരിക്കുന്ന ബനിയം പിഴിഞ്ഞെടുക്കാണ്ടാവും. അതേപോലെ ഇതിങ്ങനെ കൊണ്ട് പിഴിഞ്ഞിട്ട് ആ കുപ്പിയിലേക്ക് വെക്കും. എന്ന് പറയാം നല്ല സുഗന്ധമാണ്, നല്ല സുഗന്ധമാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ
അതുപോലെ തന്നെ സുഗന്ധത്തിന് വേണ്ടിയൊക്കെ ആവശ്യത്തിന് ഞങ്ങളിത് പുരട്ടാറുണ്ടായിരുന്നു. ആര് പറയാം? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. ഹദീസാണ്, സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഞാൻ അതിലേക്ക് നമ്മുടെ വിഷയം ബറക്കത്ത് എന്നുള്ളൊരു വിഷയമല്ല, എങ്കിലും ഞാൻ സൂചിപ്പിച്ചതാണ്. ചിലരങ്ങനെ പറയുമ്പോൾ ചുമ്മാ അടിക്കുകയാണോ മൂപ്പര്, അങ്ങനെയൊന്നും ഇല്ലയെന്ന് കരുതണ്ട, ഹദീസാണ്. അപ്പം നബിക്ക് ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബിയുടെ ശരീരത്തിൽ നിന്ന് വരുന്നത് എന്തായിരുന്നു? വിയർപ്പ് എന്തായിരുന്നു? സുഗന്ധം, മിസ്കായിരുന്നു, കസ്തൂരിയായിരുന്നു. നമുക്കിത് ആഖിറത്തിലെത്തുമ്പോൾ കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെത്തണം കേട്ടോ, എങ്കിലേ ഉള്ളു കിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നരകത്തിലാണെങ്കിൽ പറയണ്ട, അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഫുഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സ്വഹാബത്ത് വലിയ ആശ്ചര്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ ജനങ്ങൾ മുഴുവനും വലിയ സുഖത്തിലും ആസ്വാദത്തിലും കഴിഞ്ഞു പോയാണ്. സ്വർഗത്തിൽ കഴിയുന്ന ഓരോരുത്തരും വലിയ സുഖത്തിലാണ് കഴിയുന്ന. ഓരോരുത്തരും ചിന്തിക്കും, എന്നേക്കാൾ വലിയ സുഖലോലുപത മറ്റാർക്കുമില്ല, മറ്റാർക്കുമില്ല. എൻ്റെ അത്ര ആസ്വാദനം വേറെ ആർക്കും ഇല്ല. അങ്ങനെയാണ് ഓരോരുത്തരും കരുതുക. ആ രീതിക്കാണ് അവരുടെ ആസ്വാദനത്തിൻ്റെ മർത്തബ, ദറജ അല്ലാഹു സ്വീകരിച്ചിട്ടുള്ളത്. ഹദീസിൽ കാണാം, ഏറ്റവും താഴത്തെ തട്ടിലുള്ളവന് തന്നെ 1000 ഖാദിമീങ്ങളുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി 1000 പേരാ സേവകർ. അവൻ്റെ ചെരുപ്പ്, വടി, അവൻ്റെ എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടി 1000 പേര് നമുക്കിങ്ങനെ ഖിദ്മത്തെടുക്കാൻ, സേവനം ചെയ്യാനുണ്ടെങ്കിലും ചിന്തിച്ചു നോക്കിയേ. വല്ലതും ചെയ്യേണ്ടി വരുമോ നമ്മൾ? പിന്നെ മലമൂത്ര വിസർജനം ഇല്ലല്ലോ, പിന്നെന്താ ഉള്ളത്? ആകെ വല്ലതും കഴിക്കുക, വേറെ പരിപാടിയൊന്നുമില്ല. 1000 പേരെ സേവനത്തിന് കിട്ടിയാലുള്ള അവസ്ഥ എന്താ? വേണ്ട ഒരാളെ ഉള്ളിപ്പോടെ ഭാര്യ, അവളെ തന്നെ നമ്മൾ വിളിക്കുക. രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടുവിലത്തെ താളിങ്ങനെ പറന്നങ്ങോട്ട് പോയി, അടുക്കളയിൽ ഇരിക്കുന്നവളെ വിളി, ആ പത്രം ഒന്ന് എടുത്ത്, താഴെ കിടക്കുക സംഭവം. ഇവന് കുഞ്ഞെടുത്താൽ മതി. അത് തന്നെ നമ്മൾ പെണ്ണുങ്ങളെ വിളിച്ചാൽ അടുക്കളയിൽ നിന്ന് വിളിപ്പിച്ചിട്ടുമാണ് എടുപ്പിക്കുന്നത്. ഒരാളെ കിട്ടിയപ്പോൾ ഉള്ള അവസ്ഥയാണ്. അപ്പോൾ 1000 പേരെ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, വേറൊരു പണിക്കൊന്നും പോവില്ല. മറ്റേത് മക്കളെ നോക്കണം, അവരെ നോക്കണം, ഇതൊക്കെ നിന്നെ നോക്കണം, മക്കളെ നോക്കണം, കുടുംബം നോക്കണം, വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് ഭാര്യയ്ക്കുള്ളത്. ഇതങ്ങനെയല്ല, നിനക്ക് മാത്രം ഖിദ്മത്തിന്, സേവനത്തിനായിട്ട് 1000 പേരാണ്. ഏറ്റവും താഴത്തെ തട്ടിൽ സ്വർഗത്തിലുള്ളവന് കിട്ടുന്നത് ഇതാണ്, സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കിയാൽ മുകളിലോട്ട് എത്രയായിരിക്കും? അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കരുതും, എനിക്ക് നൽകിയതുപോലെ നിഅമത്ത്, അനുഗ്രഹം വേറെ ആർക്കും നൽകിയിട്ടില്ല എന്ന് കരുതും. അങ്ങനെ കരുതും. അങ്ങനെയാണ് മുന്നോട്ട് പോവുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിൽ വസിക്കുന്ന ഓരോരുത്തരും സുഖലോലുപതയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ചോദിക്കുകയാണ്, അതുരീദൂന അസിയദ മിൻ ഹാദാ, ഇതിനേക്കാൾ വല്ലതും നിങ്ങൾക്ക് വേണോ? വേണോ? ഇതിനേക്കാൾ വല്ലതും അധികമായിട്ട് വേണോ? വേണോ? അല്ലയോ ജനങ്ങളെ, ജനങ്ങളെ, നിങ്ങൾ ഇതിനേക്കാൾ വല്ലതും കൂടുതലായി ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? അവർ വിളിച്ചു പറയുമത്രേ, വിളിച്ചു പറയുമത്രേ, ലാ ഹാദാ അസിയദു യാ അല്ലാഹ്. ഒന്നുമില്ല പടച്ച റബ്ബേ, ഒന്നുമില്ല പടച്ച റബ്ബേ, ഞങ്ങൾ മനസ്സിൽ കരുതിയതിനേക്കാൾ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഇന്നവരെ കണ്ടിട്ടുള്ളതിനേക്കാൾ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഇന്നുവരെ ചിന്തിച്ചിട്ടുള്ളതിനേക്കാൾ, ഞങ്ങളുടെ കാതുകൊണ്ട് ഇന്നുവരെ കേട്ടിട്ടുള്ളതിനേക്കാൾ വലിയ ആസ്വാദനമാണ് നീ നൽകിയിട്ടുള്ളത്. ഇതിനേക്കാൾ വലുത് ഞങ്ങളുടെ മനസ്സിലില്ല റബ്ബേ, ചിന്തയിലില്ല അല്ലാഹ്. ഇത് തന്നെ കൂടുതലാണ് പടച്ച റബ്ബേ എന്ന് അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുക്ശഫുൽ ഹിജാബ്, അവർക്കിടയിലും റബ്ബിനിടയിലുമുള്ള മറയങ്ങ് നീക്കുമേ, നീക്കുമേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ കാണുകയാണ്, കാണുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ജഗന്നിയന്താവായ, പരിപാലകനായ
പടച്ചറബിന്റെ സൗന്ദര്യത്തെ ദർശിക്കുകയാണ്. ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറൂന ലൈലത്തുൽ ബദ്രി സദഖ റസൂലുള്ളാഹി. പൂർണ്ണചന്ദ്രനെ 14 ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നാളെ അല്ലാഹുവിനെ നിങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായ വാക്യം പുലരുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനെ നേരിട്ട് കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലാകുന്ന ലോകത്തെ ഏറ്റവും സുന്ദരനാകുന്ന പ്രവാചകനെ സൃഷ്ടിച്ച യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച അതിന്റെ സർവ്വ മനോഹാര നൽകിയ പടച്ചതമ്പുരാൻ എത്ര വലിയ സൗന്ദര്യമുള്ളവനാ. ആ പടച്ചറബിനെ നേരിട്ട് കാണുകയാണ്. അവൻ ലോകത്ത് കണ്ടിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളും അതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളും എല്ലാം മറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, فما أعطوا شيئا أحب إليه من النظر إلى رب وجهه الكريم. പടച്ച റബ്ബിനെ കാണുന്നതിലൂടെ അവർ അതുവരെ അനുഭവിച്ച സർവ്വ സൗഭാഗ്യങ്ങളും അവർ മറന്നു പോവുകയാണ്. അല്ലാഹുവിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കണ്ണുകൊണ്ട് പടച്ചറബിനെ നേരിട്ട് കാണും. ഏത് കണ്ണുകൊണ്ട്? ഈ കണ്ണുകൊണ്ട് കാണും. പക്ഷെ ഈ കണ്ണുകൊണ്ട് ഈ ദുന്യാവിൽ നീ ഹറാമ് കാണാൻ പാടില്ല. അതേ കണ്ടീഷനുള്ളൂ. മനസ്സിലായില്ല? ഇത് ഭാഗ്യമുള്ള ഒരു അവയവമാണ്. ഈ അവയവം കൊണ്ട് അള്ളയെ ഒന്ന് നേരിട്ട് കാണണമെങ്കിൽ ഈ ദുന്യാവിൽ നീ ഹറാമ് കാണാൻ പാടില്ല എന്നാ പറഞ്ഞതിന്റെ വൽഹാസിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതുവരെ കണ്ടുപോയല്ലോ, തൗബ ചെയ്തോ. നീ ഇന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ടോ? മരിച്ചുപോയ നിന്റെ ഉപ്പയും ഉമ്മയും സാലിഹീങ്ങളായ സജ്ജനങ്ങളാകുന്ന ആളുകളെ പോലും കാണാത്ത സഹോദര സഹോദരിമാരില്ലേ? എന്തുകൊണ്ട്? നിന്റെ കണ്ണുകൾ മലീമസമായിരിക്കുന്നു. നിന്റെ കണ്ണുകൾ കൊണ്ട് മോശപ്പെട്ടതായ ശൈലി അവലംബിച്ചിരിക്കുന്നു. അശ്ലീലത കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് നിറച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ പാവപ്പെട്ട ഉമ്മയും ഉപ്പയെപ്പോലും നിനക്ക് കിനാവ് കാണാൻ പറ്റുന്നില്ല. മരിച്ചിട്ട് വാപ്പയും ഉമ്മയും പോലും കാണുന്നില്ല. പിന്നല്ലേ അള്ളേ? എന്തുകൊണ്ട്? നിന്റെ കണ്ണതുപോലെ പോയിരിക്കാൻ. പാപ്പായും ഉമ്മായും പോലും നിന്റെ കിനാവിൽ വരുന്നില്ല. കാരണം അവരിച്ചിരി കൂടെ സാലിഹ്യങ്ങളായിരുന്നു. മനസ്സിലായിക്കോ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുത്തുനബിയെ കണ്ടിട്ടില്ല. സലഫ് സാലിഹീങ്ങളാകുന്നവർ എത്ര മഹത്തുക്കളെ നീ കണ്ടിട്ടില്ല. ഇവിടെ ജീവിച്ചിരുന്ന എത്രയോ സാലിഹീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശിച്ചവരാണ്, കിനാവ് കണ്ടവരാണ്. എന്തേ നിനക്കും നമുക്കും കാണാൻ പറ്റാതെ പോയത്? എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കാത്തത്? നമ്മുടെ കണ്ണുകൾ മലീമസമായി പോയി. കണ്ണുകൾ നന്നാവണം. കണ്ണിന് റെഡിയാക്കി എടുക്കണം. കണ്ണ് നോക്കണം. എങ്ങോട്ട് നോക്കണം? കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന്, നിന്റെ വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് ഇടയ്ക്കൊന്ന് നോക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിരിക്കൽ കൂലി സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. 2, വിശുദ്ധമായ ഖുർആനിൽ നീ ഇടയ്ക്കിടെ നോക്കണം എന്ന് പറഞ്ഞാൽ ഡെയിലി നോക്കാതിരിക്കാൻ പാടില്ല. ഡെയിലി നോക്കേണ്ട സാധനമാണിത് ഖുർആൻ. വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും നോക്കിയില്ലയോ? ഖുർആൻ നോക്കൽ നിർബന്ധം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ നീ അതിലേക്ക്, അള്ളാഹുവിന്റെ കലാമാണ്, ഈ റബ്ബിന്റെ കലാമിലേക്ക് നോക്കിയാൽ റബ്ബിലേക്ക് നോക്കാൻ നിനക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിന്നെ കണ്ണതിന് റെഡിയാകാൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ, വയസ്സ് എന്ന ഉമ്മമാരുണ്ടാകും, 60, 70, 80 ഒക്കെ എത്തിയിട്ടുണ്ടാവും. എന്നാലും അവര് ഖുർആൻ ഓതുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഉമ്മമാരുണ്ട്, അടിപൊളിയായിട്ട് ഖുർആൻ ഓതും. ചെറുപ്പക്കാർ ഓതുന്നതിനേക്കാൾ വൃത്തിയായിട്ട് ഓതും. ചെറുപ്പക്കാർ ഇപ്പോൾ അക്ഷരം പിടിക്കലുണ്ടാവില്ല. കാരണം അവർ ഖുർആനുമായി ബന്ധപ്പെട്ട് നിലകൊണ്ട് റബ്ബ് അവരുടെ കണ്ണിനെ തിരഞ്ഞെടുത്തു, ഖൈറിന് വേണ്ടി തിരഞ്ഞെടുത്തു. നമ്മളെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ദിവസം നിനക്ക് യാസീൻ ഓതാൻ കഴിയുന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഖൽബാണ് സൂറത്ത് യാസീൻ. റസൂൽ പറഞ്ഞതല്ലേ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബാ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സഹാബ. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്, യാസീനാണ്. ആ യാസീൻ സൂറത്ത് ഡെയിലി പാരായണം ചെയ്യാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ പടച്ച റബ്ബ് നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല, അല്ലാഹുവിനെ കാണാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അല്ലാഹുവിനെ കാണണ്ടേ ഈ കണ്ണുകൊണ്ട്? ലോകത്തെ ഏതൊക്കെ വസ്തുക്കൾ നീ കണ്ടിട്ടുണ്ട്? ഈ അടുത്തൊരാളെ കണ്ടു. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ദേശത്തുള്ള ഒരു സഹോദരനാണ്. നിങ്ങൾ നെറ്റിൽ പരതിയാൽ മതി. ചാനലാണ്, മീഡിയ വണ്ണെന്ന് തോന്നുന്നു, ഒരു ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം കൊടുത്തിട്ടുണ്ട്. റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടത്. അദ്ദേഹം ഒരു 8 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു പൂള് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഇങ്ങനെ ചാടി കളിക്കുക റാഹത്തായിട്ട്. നല്ല ആൾ പറയുന്നുണ്ട്, ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ, ആസ്വദിച്ച് തീർക്ക്. ഇതായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ പോളിസിയാണ് പറഞ്ഞത്. 8 ലക്ഷം രൂപയ്ക്ക് ഒരു സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കി, ഒരു 2 മുറി വീടും കാര്യങ്ങളും, വേറെ ആരും ഇല്ല, അദ്ദേഹത്തിന് കുടുംബമൊന്നുമില്ല. എന്നിട്ട് ഇതിനെപ്പോഴും ഇരുന്ന് നീന്തി കളിക്കുക റാഹത്തായിട്ട്, ഇതിന് മുങ്ങാങ്കുഴിയിട്ട് കളിക്കുക. 8 ലക്ഷം രൂപയ്ക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട്. ഇവിടെ കേരളത്തിലെ അവസ്ഥയാണ് ഈ പറയുന്നത്. കാസർഗോഡ് ചെറുവത്തൂർ ദേശത്തുള്ളൊരു സഹോദരൻ. നടക്കുന്ന പരിപാടികളാണ്. ചിന്തിച്ചു നോക്ക്, എത്ര ആളുകളുണ്ട് അപ്പം. അപ്പം ഇതൊക്കെ ഭൗതികതയുടെ ആസ്വാദനത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ദുന്യാവാണ് അവരുടെ സ്വർഗം, ദുന്യാവാണ് അവരുടെ സ്വർഗം. ദുന്യാവിൽ അവർ സ്വർഗം പണിത് തീർക്കുന്നു. ഇവിടെ കൊണ്ട് തീരുകയാണ്, എല്ലാം തീരുകയാണെന്ന് കരുതി ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. ആഖിറമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ചോദ്യമുണ്ട്, മഹ്ശറയുണ്ട്, ഖബറുണ്ട്, മരണമുണ്ട്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കഴിയുന്നവരാണ് മുഅ്മിനീങ്ങൾ. നമ്മളങ്ങനെയാണ്. നമ്മൾ അതുകൊണ്ട് അതിനനുസരിച്ച് അമൽ ചെയ്യണം, അതിനനുസരിച്ച് അമൽ ചെയ്തേ പറ്റൂ. അപ്പോൾ ജീവിതം ചിട്ടപ്പെടുത്തണം, ജീവിതം ചിട്ടപ്പെടുത്തിയേ പറ്റൂ. മോശമായ ശൈലിയിൽ നീ പോകാൻ പാടില്ല. നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ നീ കൂച്ചുവീലം കടങ്ങണം. മോശമായ ശൈലിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ഒരശ്ലീല ചുവയുള്ള സംസാരത്തിലേക്ക് നീ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? നിന്റെ നാവ് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അവയവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അവയവമാണ്. 2 അവയവങ്ങളാണ് ഏറ്റവും ഭാഗ്യമുള്ളത്. ഒന്ന് കണ്ണ്, അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന അവയവമാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അവയവമാണ്. ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യവാനായ അള്ളാഹു, അല്ലേ? അള്ളാഹുവിലെ ഏറ്റവും സൗന്ദര്യവാൻ മുത്തുനബിയാണ് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി. ആ സൗന്ദര്യമുള്ള വ്യക്തിയെ സൃഷ്ടിച്ച അള്ളാഹു അല്ലേ അതിനേക്കാൾ സൗന്ദര്യമുള്ളവൻ. നമ്മൾ ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും പോയി കാണുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളും പോയി ദർശിക്കുന്നുണ്ട്. ഈ ചെറുവത്തൂർ ദേശത്തുള്ള സഹോദരനും പറയുന്നുണ്ട്, എനിക്കിനി ആഗ്രഹങ്ങളൊന്നുമില്ല, ഞാൻ എല്ലാ സ്ഥലങ്ങളും അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്, ഇനി എനിക്ക് അമേരിക്കയിൽ ഇന്നടുത്ത് പോകണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ്, പല സ്ഥലങ്ങൾ കാണണം. ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും, ചെറുപ്പത്തിൽ തന്നെ എനിക്കൊന്ന് വണ്ടർലയിലൊന്ന് പോയി തുള്ളണം, കുട്ടികളുടെ ആഗ്രഹം. എനിക്കൊന്ന് ലുലു മാൾ കാണണം, 70 വയസ്സുള്ള ഒരു ഇളവൻ്റെ ആഗ്രഹം അതാണ്. ചിലർക്ക് ആഗ്രഹം ഇതൊന്നുമല്ല, എനിക്കൊരു ചെറിയ സ്നിക്കേഴ്സ് കഴിക്കണം, മിഠായി. ചിലർക്ക് ലേസ് കഴിച്ചാൽ മതി, കൊച്ചുപിള്ളേർക്ക് കിൻഡർ ജോയ് മതി. ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളാണ്, അവർക്ക് ആ ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്കില്ല. വലുതാവുമ്പോൾ വീണ്ടും തുടങ്ങും, താജ്മഹൽ ഒന്ന് കണ്ടാൽ കൊള്ളാം, ഡൽഹി വരെ ഒന്ന് പോകണം. ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളാണ്. ചിലർക്ക് മദീന ഒന്ന് കാണണം, മക്ക ഒന്ന് കാണണം. ഇങ്ങനെ ഇവൻ ദുനിയാവിൽ കണ്ടു തീർത്തതാകുന്ന ആസ്വാദനങ്ങളൊക്കെ കണ്ടു തീർത്താലും ഇതൊക്കെ സൃഷ്ടിച്ചതായ അള്ളാഹു എത്ര വലിയ സൗന്ദര്യവാനാണ് എന്ന് നിനക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നിന്റെ ചിന്തയ്ക്കപ്പുറമാണ് സൗന്ദര്യം. പക്ഷേ അള്ളാഹു എത്ര വലിയ സൗന്ദര്യവാനാണ്, ഇതിനേക്കാളൊക്കെ ഉപരിയാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ റബ്ബിനെ കാണണ്ടേ നീ ഒന്ന് ചിന്തിക്ക്. കാണണമെങ്കിൽ ഈ ദുനിയാവിൽ നീ കണ്ടുകൊണ്ട് ഹറാമ് കാണാൻ പാടില്ല ആണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി കാണാൻ പാടില്ല. ഇത്രയും നാൾ കണ്ട് ഇന്നിപ്പോൾ വാത് കഴിഞ്ഞ് പോയത് മുതൽ ഇനി ശ്രദ്ധിക്കുക, എല്ലാ അശ്ലീലതയും കളഞ്ഞിട്ട് നമ്മുടെ ഇനി നന്നാകുകയാണ്. അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വെച്ചോ, റബ്ബ് നിന്നെ തിരഞ്ഞെടുത്തു എന്നർത്ഥം. ഇനി അധിക ജീവിതമൊന്നും ഇല്ല, കുറഞ്ഞ കാല ജീവിതമേ ഉള്ളൂ. അടയാളങ്ങളൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. അവസാന കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ, അവസാന യുഗത്തിലേക്ക് എത്തിയിരിക്കാൻ ഇനി ഒരുപാടൊന്നും ഇല്ല. അതുകൊണ്ട് കുറഞ്ഞ കാലഘട്ടമാണ് ഉള്ളത്. ആ ഉള്ള കാലഘട്ടത്തിൽ ഈമാൻ ശരിക്കും മുറുകെ പിടിച്ചോ. എല്ലാ അടയാളങ്ങളും വന്നു, എല്ലാ അടയാളങ്ങളും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ചെറിയ അടയാളങ്ങൾ, ഇനി വലിയ വലിയ അടയാളങ്ങൾ, ദജ്ജാൽ വരിക, ഇമാം മഹ്ദി വരിക, യജൂജ് മജൂജ് വരിക, ഈസാ നബി വരിക, അങ്ങനത്തെ ചില അടയാളങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ വന്നിട്ടുണ്ട്. ഏതാ വരാത്തത്?
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കണ്ണിനെ സൂക്ഷിക്കുന്നത് പോലെ നിന്റെ നാവിനെയും നീ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. കാരണം ഭാഗ്യമുള്ള അവയവമാണ് നാവ്, ഭാഗ്യമുള്ള അവയവമാണ് നാവ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു അറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുകയാണ്, ഔസിനി ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊന്ന് വസിയത്ത് നൽകണേ റസൂലേ, എന്നെ ഒന്ന് ഉപദേശിക്കണേ റസൂലേ, എനിക്കൊരു നിർദ്ദേശം നൽകണേ റസൂലേ. അള്ളാഹുവിന്റെ റസൂലുടനെ അവനോട് പറയുകയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ ഐസർ, തന്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവന് ഉപദേശം നൽകുകയാണ്. അല്ലയോ സോദരാ, എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരാ, നിനക്ക് ഞാൻ നൽകുന്ന ഉപദേശം ഒന്ന് മാത്രമാണ്, ഒന്ന് മാത്രമാണ്. നിന്റെ ഈ നാവിനെ നീ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ. മോശമായ സംസാരം നിന്റെ ജീവിതത്തിൽ പാടില്ല, മോശമായ ഭാഷണം നിന്റെ ജീവിതത്തിൽ അരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ക്ലാപ്പനയിലുള്ള ഓരോ മുസ്ലിം സഹോദര സഹോദരിമാരും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അധ്യാപനം നടത്തേണ്ട പാഠമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്യമാണ്, എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞപ്പോ, നീ 5 വക്ത് നമസ്കരിക്കണേ, നീ റമളാനിൽ നോമ്പ് പിടിക്കണേ, നീ പാവങ്ങൾക്ക് സകാത്ത് കൊടുക്കണേ, പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റണേ, നിരാലംബര കവലംബമാകണേ, നീ പരിശുദ്ധമായ കഅബയെ പോയി തവാഫ് ചെയ്തുകൊണ്ട് സഫാ മറുപടിയിൽ സഈ ചെയ്തുകൊണ്ട് ഉംറ നിർവഹിച്ച് ഹജ്ജ് നിർവഹിച്ചിട്ട് വരണേ എന്നല്ല പറഞ്ഞത്. നീനക്ക് നൽകുന്ന ഏറ്റവും വലിയ വസിയത്ത് നിന്റെ നാവിനെ സൂക്ഷിക്കലാണ്, സൂക്ഷിക്കലാണ്. നിന്റെ വാകിൽ കിടക്കുന്ന എല്ലില്ലാത്തതാകുന്ന അവയവം അതൊന്ന് സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. 2 അവയവങ്ങൾ ആരൊരുവൻ സൂക്ഷിച്ചാൽ അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. റസൂലുള്ള പറഞ്ഞ വാക്യമല്ലയോ, എല്ലില്ലാത്ത 2 അവയവമാണത്, ഒന്ന് നാവാണ്, മറ്റൊന്ന് ലൈംഗിക അവയവമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, മയ്യദ്മല്ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന ഫഖദൈഹി അല്ലമല്ലഹുൽ ജന്ന. ആരൊരുവന്റെ തുടയെല്ലുകൾക്കിടയിലുള്ളതാകുന്ന, അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട തുടയെല്ലുകൾക്കിടയിലുള്ളതാകുന്ന ലൈംഗിക അവയവവും അവന്റെ നാവുകൾക്കിടയിലുള്ളതാകുന്ന അവന്റെ താടിയെല്ലുകൾക്കിടയിലുള്ള നാവ് കൊണ്ടും ആരൊരുവൻ എനിക്ക് ജാമ്യം നിന്നാൽ, ഈ 2 അവയവങ്ങളെയും ഞാൻ സൂക്ഷിച്ചു കൊള്ളാമെന്ന് ജാമ്യം നിന്നാൽ, അല്ലാഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ അവനെ ജാമ്യമാണ്. ഹബീബായ റസൂലുള്ളാഹി. കഴിയുമോ സഹോദര, കഴിയുമോ പെങ്ങളെ, നിന്റെ ലൈംഗിക അതിക്രമങ്ങൾ, നിന്റെ മോശപ്പെട്ട ശൈലികൾ എല്ലാം നിന്റെ മോശപ്പെട്ട അവയവങ്ങൾ കൊണ്ടുണ്ടായതല്ലയോ? എല്ലാ ചിന്തകളും അതിലൂടെ ഉടനെടുത്തതല്ലയോ? നിന്റെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കണേ, നിന്റെ അവയവങ്ങളെ ഒന്ന് കൂച്ചുവിലങ്ങടങ്ങണേ. എന്തുകൊണ്ടെന്നറിയുമോ? ഈ അവയവങ്ങളെ ഒന്ന് കൂച്ചുവിലങ്ങിട്ടാൽ നിനക്ക് തീർച്ചയായും സ്വർഗമാണ്, സ്വർഗമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു മരണ വീട്ടിലേക്ക് ചെല്ലുമ്പോ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് സഹാബത്ത് വന്നു കൂടുകയാണ്. മരിച്ചു കിടക്കുന്ന സഹാബിയുടെ ജനാസ റസൂലുള്ള ദർശിക്കുകയാണ്. സഹാബത്ത് വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ്, അബ്ശിറൂഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൂ റസൂലേ. പാവപ്പെട്ട മനുഷ്യനാണ്, മനുഷ്യനാണ് റസൂലേ, അദ്ദേഹത്തെ സ്വർഗം കൊണ്ട് അവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ ഇല്ല സാബ, ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാനില്ല. എന്തുകൊണ്ടെന്നറിയുമോ? ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം നാവുകൊണ്ട് ജനങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടുണ്ടാകാം, ഫന പറഞ്ഞിട്ടുണ്ട്
പറഞ്ഞിട്ടുണ്ടാകാം, ഫസാദ് പറഞ്ഞിട്ടുണ്ടാകാം, വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല. ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംസാരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല സാബ. അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് നന്മ എന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 60-70 വയസ്സ് മാത്രമുള്ള ഈ ജീവിത കാലഘട്ടങ്ങളിൽ എത്രയെത്ര ആളുകളെ തേജോവധം ചെയ്തവരാണ് നീ. വാൾ പോസ്റ്റ് എഴുതിയവരില്ലയോ, ഫേസ്ബുക്കിൽ എഴുതിയവരില്ലയോ, വാട്സാപ്പിൽ എഴുതി വിട്ടവരില്ലയോ, ഷെയർ ചെയ്ത സഹോദരന്മാരില്ലയോ, സഹോദരിമാരില്ലയോ? നാവുകളെ ശ്രദ്ധിക്കണേ. അശ്ലീല ഭാഷണങ്ങൾ നടത്തിയവരില്ലയോ? മഗ്രിബ് നമസ്കരിച്ച്, ഇശാ നമസ്കരിച്ച്, സുബൈ നമസ്കരിച്ച്, ളുഹർ നമസ്കരിച്ച്, അസ്ർ ജമാഅത്തായി നമസ്കരിച്ച് പള്ളിയുടെ മുറ്റത്തിരുന്നുകൊണ്ട് ഫനായും ഫസാദും പറഞ്ഞവരില്ലയോ? ജനങ്ങളെ കുറിച്ച് പറഞ്ഞവരില്ലയോ? ഉലമാക്കളെ കുറിച്ച്, ഉമറാക്കളെ കുറിച്ച്, മുത്തഅല്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞവരില്ലയോ? അന്യന്റെ പച്ചമാംസം തിന്നവരില്ലയോ? നഊദു ബില്ലാഹ്. നാവിനെ ശ്രദ്ധിക്കണേ. തീർന്നില്ല. ലമ്മാ മർറ ബിഖൗമിൻ. അല്ലാഹുവിന്റെ റസൂൽ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയുകയാണ്, സഹാബ തഖല്ലലൂ. ഒന്ന് പല്ലുകുത്തണേ സാബ, പല്ലുകുത്തണേ. ഫഖാലൂ. ഉടനെ അവർ ചോദിക്കുകയാണ്, മാ തഇന്നല്ലോ മതാമാ. നബിയേ, ഞങ്ങളോട് എങ്ങനെയാണ് അവിടുത്തേക്ക് പറയാൻ തോന്നിയത്? ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലേ, ഞങ്ങളൊന്നും തന്നെ കുടിച്ചിട്ടില്ല റസൂലേ. മാ തഇന്നല്ലോ മതാമാ. ഒന്നും കഴിക്കാത്ത, ഒന്നും ഭുജിക്കാത്ത, ഒന്നും രുചിക്കാത്ത ഞങ്ങളോട് എന്താണ് തങ്ങൾ പറഞ്ഞത്? പല്ലുകുത്താൻ പറഞ്ഞതിന്റെ പരമാർത്ഥം എന്താണ് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സാബ ഇന്നീല അറാ ലഹ്മ ഫുലാനിൻ ബൈന സനായാകും. ഇന്നാലിന്റെ മനുഷ്യന്റെ ഫനായും ഫസാദ് നിങ്ങൾ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സാബ, ഞാൻ ദർശിക്കുന്നുണ്ട് സാബ. നിങ്ങൾ ഈ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് ഫനാ പറഞ്ഞില്ലയോ, ഫസാദ് പറഞ്ഞില്ലയോ? ഇന്നീല അറാ ലഹ്മ ഫുലാനിൻ ബൈന സനായാകും. നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഇന്നാലിന്റെ മനുഷ്യന്റേതാകുന്ന പച്ചമാസം അദ്ദേഹത്തെ കുറിച്ച് പരദൂഷണം പറഞ്ഞതിന്റെ പേരിൽ, ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സാബ. അതുകൊണ്ട് തഖല്ലലൂ. പല്ലൊന്നു കുത്തണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫനായും ഫസാദും പറയാ ചെറിയ കാര്യമല്ല, വെറുതെ ഒന്ന് കൂടിക്കൊടുക്കുക ഒന്നുമില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പൊ അവിടെ പോയി കേട്ടുകൊടുക്കുക. അല്ലാഹു ആക്കട്ടെ. നമുക്ക് ഏറ്റവും കുറഞ്ഞത് അതെങ്കിലും ഉണ്ടാവും. ഒന്നുമില്ല, നമ്മൾ വർത്താനൊന്നും പറയുന്നില്ല, എന്നാലും തന്നെ പരിപാടി അങ്ങനത്തെ കൂട്ടര്. അള്ളാഹു നമ്മളൊക്കെ ആകട്ടെ. അത് ശരിയാട്ടോ, പറഞ്ഞത് കറക്റ്റാ എന്ന് പറഞ്ഞു വിടുന്നവർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാവ് ശ്രദ്ധിക്കണേ. എന്തേ കാരണമെന്നറിയുമോ? വസീഖല്ലദീന തഖൂ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ
وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله وقالوا الحمد لله وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു സുമറിന്റെ അവസാന ഭാഗത്തിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു മാലോകരെ പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ നമസ്കാരം നിലനിർത്തിയവർ, നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടിയവർ, സകാത്തുകൾ കൃത്യമായി കൊടുത്തു വീട്ടിയവർ, പാപങ്ങളുടെ കണ്ണീരൊപ്പിയവർ, നിരാലംബർ കവലംബമായവർ, സാധുവതികളെ കെട്ടിച്ചു വിടാൻ പൈസ കൊണ്ട് സഹായിച്ചവർ, തന്റെ കയ്യിലുള്ളതാകുന്ന സാമ്പത്തിക ശേഷി അനുസരിച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ അറുതി വരുത്തിയതായ ആളുകൾ, നമസ്കാരം ചിട്ടവെച്ച് സകാത്തുകൾ കൊടുത്ത് എല്ലാ നിലയ്ക്കും പാപങ്ങളെ സഹായിച്ച് ദീനിന്റെ അഭിമുഖമായി നിലകൊണ്ടുകൊണ്ട് ദീനിനെ തക്ബീർ മുഴക്കിക്കൊണ്ട് തൗഹീദിന്റെ പ്രതിധ്വനിയായിട്ട് നിലകൊണ്ടതായ ആളുകൾ, അവർ നാളെ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് വന്ന് ആ മഹ്ശറയിൽ വിജയശ്രീലാളിതരായി വലത് കൈയിൽ ഏട് നൽകപ്പെട്ട് സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം വേഗത്തിൽ കടന്ന് സ്വർഗത്തിന്റെ വാതിലൂടെ കടന്ന് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മലക്കുകൾ വിളിച്ചു പറയുകയാണ് സലാം സലാം, നിങ്ങൾക്ക് രക്ഷയാണ് രക്ഷയാണ്. ഈ ദുനിയാവിൽ പ്രയാസം സഹിച്ചവരല്ലയോ, ഈ ദുനിയാവിൽ കൂരിരുട്ടിൽ വസിച്ചവരല്ലയോ, വിളക്കില്ലാതെ പഠിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവരല്ലയോ, പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചവരല്ലയോ, ഈ ദുനിയാവിൽ ഉരുൾപൊട്ടൽ നൽകപ്പെട്ടവർ, ഈ ദുനിയാവിൽ പ്രയാസം അനുഭവിച്ചവർ, ഈ ദുനിയാവിൽ വീടില്ലാതായവർ, ഈ ദുനിയാവിൽ വാപ്പയില്ലാതായവർ, ഈ ദുനിയാവിൽ ദുരന്തങ്ങളിലൂടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയവർ, തന്റെ കുഞ്ഞിനെ മാറിലും ചൊലത്തു കൊടുത്തിരിക്കുമ്പോ മാറിൽ നിന്നും പലപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഉരുൾപൊട്ടൽ കടന്നു വന്നുകൊണ്ട് മക്കളെ നഷ്ടപ്പെട്ടു പോയവർ, മക്കൾ എവിടെയാണെന്ന് തിരിച്ചറിയാതെ വാപ്പയുടെ ജനാസ എവിടെ, ഉമ്മയുടെ ഖബറെവിടെ, ഉമ്മയുടെ ഖബറെവിടെ, ഉമ്മയുടെ ജനാസ ഇതുവരെ തിരിച്ചു കെട്ടാതെ നിലകൊണ്ട ആളുകൾ, വളരെയേറെ പ്രയാസം അനുഭവിച്ച മോമിനിയങ്ങൾ, എല്ലാ ദുരിതവും അനുഭവിച്ചവരെ, നിങ്ങൾ ആ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഇബാദത്ത് അനുഷ്ഠിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് രക്ഷയാണ്. ഇതാ കാലാകാലം വസിക്കാൻ ഈ മഹത്താകുന്ന സ്വർഗം നിങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോ ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന വിശ്വാസികൾ ആദ്യമായി പറയുന്നത് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട്, പടച്ചറബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ വിളിച്ചു പറയുകയാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ച തമ്പുരാനാണ് സർവസ്തുതിയും. നാവ് കൊണ്ട് പറയാൻ സാധിക്കുമത്രേ, നാവ് കൊണ്ടവന് പറയാൻ സാധിക്കുന്ന വചനം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ പറയുന്ന വാക്ക് എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അത് പറയണമെങ്കിൽ ഈ നാവ് കൊണ്ട് ദുനിയാവിൽ വർത്താനം പറയാതിരിക്കണം. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. നാവ് സൂക്ഷിക്കണം. അല്ലേ അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും മിണ്ടാനില്ല. ഹലാസ്. അള്ളാഹു ആക്കട്ടെ. സ്വർഗത്തിൽ കടക്കുമ്പോൾ ഇത് പറയും. ഏത് പറയും? ഖുർആനാണ്. ഖുർആൻ പറ സത്യവിശ്വാസികൾ പറയുന്നതാണ്. വഖാലൂ അൽഹംദുലില്ലാഹ്
മുഅ്മിനീങ്ങൾ പറയുമത്രേ, സ്വർഗത്തിലേക്ക് കടന്നാൽ അവർ വിളിച്ചു പറയുകയാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അല്ലദീ സദഖനാ വഅദ, അവന്റെ കരാറുകളെ അവന്റെ വാഗ്ദാനങ്ങളെ പൂർത്തീകരിച്ചില്ലയോ. അവന് പറഞ്ഞു, നിങ്ങൾ ദുനിയാവിൽ ഇബാദത്തെടുത്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അവന് പറഞ്ഞു, ദുനിയാവിൽ ദുരന്തങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, മക്കളില്ലാതെ, ഭാര്യയില്ലാതെ, സഹോദരനില്ലാതെ, സഹോദരിയില്ലാതെ, അയൽവാസികളില്ലാതെ, ബന്ധുമിത്രാദികളില്ലാതെ, കൂട്ടുകുടുംബാദികളില്ലാതെ, സമ്പത്തില്ലാതെ, സൗഭാഗ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്തി ഈ ദുനിയാവിൽ നിന്നെ പരീക്ഷിക്കുമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു. എല്ലാം മനസ്സിലാക്കിക്കൊണ്ടവൻ തതിച്ചു, സർവ്വതം പടച്ച റബ്ബിന് വേണ്ടി തതിച്ചു, എല്ലാം അല്ലാഹുവിലേക്ക് തവക്കുലാക്കി. തന്റെ ഭാര്യ പോയപ്പോ, തന്റെ മക്കൾ പോയപ്പോ, തന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയപ്പോ എല്ലാം പടച്ച റബ്ബിലേക്ക് തവക്കുലാക്കി, അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് 5 വഖ്ത് നമസ്കാരങ്ങൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുമ്പോ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് തലമറച്ചുകൊണ്ട് ആദ്യ വഖത്തിൽ തന്നെ വീടിന്റെ കത്തലങ്ങൾ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് നിലകൊണ്ട പെങ്ങളെ, നിനക്ക് നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമ്പോ ആ സ്വർഗത്തിൽ കടന്നുകൊണ്ട് നീ പറയുന്ന വചനം അൽഹംദുലില്ലാഹ്, വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച് നൽകിയ റബ്ബിനാണ് സർവസ്തുതിയും സർവസ്തുതിയും, അൽഹംദുലില്ലാഹ്. അത് പറയണമെങ്കിൽ ഈ ദുനിയാവിൽ നിന്റെ നാവ് നന്നാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഭാഗ്യമുണ്ട് നിന്റെ 2 അവയവങ്ങൾക്ക്. ഏതാ 2 അവയവം? ഏതാണ്? ഇവിടെ നാവും പിന്നെന്ന് തലയോ കണ്ണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണമെന്നുണ്ട്, അറിയണ്ടേ? ഇല്ലേ വേഗം നിർത്താം. അതിനു വേണ്ടിയാണ്. ഒന്ന് കണ്ണും പിന്നൊന്ന് നാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ 2 അവയവം ഭയങ്കര ഭാഗ്യമുള്ള അവയവം. ഇത് 2 നാളെ അവിടെ മഹ്ശറിൽ എത്തുമ്പോൾ സംസാരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ.